ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടി ആരാധകരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ. അപ്പോൾ ഒന്നും പറയാനില്ല, ഇത്ര പറയുള്ളൂ. മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു മോഹൻ ബഗാൻ എന്നുള്ളതാണ്. റിസർവ് ടീമിൻ്റെ അവിടെ വരെ പൊട്ടി. സ്ഥിരം കഥ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. എന്തായാലും ആരെ പറയണം, പ്ലേയേഴ്സിനെ തന്നെ പറയണം. ഇത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത പ്ലേയേഴ്സ് നമുക്കുണ്ടോ? ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും വാല്യൂ ഉള്ള ടീമെന്നാണ് പറയുന്നത്. ഒരു കാര്യവുമില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെന്ന് തന്നെ പറയാം. എന്തായാലും കളി കഴിഞ്ഞിട്ട് മാർക്കസ് മൊറോഗോ റിപ്പോർട്ട് ചെയ്തു കുറേ താരങ്ങൾ പോവും, മറ്റു കാര്യങ്ങളുള്ള കോൺട്രാക്റ്റ് ഉള്ള താരങ്ങളും പോവും, അവർ 2 താരങ്ങൾ വരെയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 2 താരങ്ങൾ പുതുതായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം. ഇന്നലെ മോഹൻ ബഗാൻ്റെ കൂടെ വരെ തോറ്റു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ള് ബ്ലാസ്റ്റേഴ്സിൻ്റെ നാണം കെട്ട് ഇതാണ് ഓരോ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഇനി ബ്ലാസ്റ്റേഴ്സ് കമൻറ്റ്സ് ഓഫാക്കി വെക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, സൂപ്പർ താരങ്ങൾ എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും വിൽക്കണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരാൾക്കും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കോച്ച് എന്തിരിക്കുക, ഇതേ പ്ലേയേഴ്സല്ലേ നേരത്തെ മികേൽ സ്റ്റാറിനും കളിപ്പിച്ച സെയിം റിസൾട്ട് തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി കൈവിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നോക്കാമെന്നൊക്കെ പറയാനേ പറ്റൂ. കിരീടം നേടിയേ പറ്റൂ, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. നേരത്തെ കളി റഫറി കാരണം തോറ്റെന്ന് വല്ലതും പറഞ്ഞാൽ തീർന്നു. റഫറിയൊക്കെ നല്ല ഇതായിരുന്നു. അല്ലെങ്കിൽ റഫറി കാരണം തോറ്റ്, ട്രെയിനിങ് കിട്ടിയില്ല, പിച്ച് കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. മോഹൻ ബഗാൻ കളിച്ചു, ബ്ലാസ്റ്റേഴ്സ് തോറ്റു. അവസാന മിനിറ്റ് ഒരു ശ്രീകുട്ടൻ്റെ ഗോളിൽ 2-1 അങ്ങ് തോറ്റു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സാണ് ഗോവയ്ക്കാണ് അഡ്വാൻറ്റേജ് കിട്ടിയത്. ഇനിയിപ്പോൾ ഗോവയ്ക്ക് ഈസിയായിട്ട് മോഹൻ ബഗാനെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ നേരെ ഫൈനലിലോട്ട് സൂപ്പർ കപ്പിൽ പോകാം. അപ്പോൾ കേരള കാരണം മറ്റ് ടീമൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, കേരളയ്ക്ക് ഒരു അഡ്വാൻറ്റേജും ഇല്ല. അങ്ങനെ കേരള പുറത്തായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു മോശം സീസൺ തന്നെ കടന്നു പോയിട്ടുണ്ട്. ചില തെറ്റുകളൊക്കെയാണ്. മറ്റ് കോച്ചന്മാരെയൊക്കെ പുറത്താക്കാൻ ആലോചിക്കണമായിരുന്നു, യുവാൻ ലൂക്കാമനോച്ചിനെയൊക്കെ. അപ്പോൾ സൂപ്പർ താരങ്ങൾ എത്തുകട്ടെ, ആ മിലോസിനെയൊക്കെ എടുത്ത് കളയട്ടെ എന്ന് തന്നെ പറയാം. ഓവന്നെ ഡിഫൻഡർ, ഒരു കമ്മിറ്റ്മെൻറ്റും. അതുപോലെ ഹിമിനസ് എത്ര ചാൻസ് കിട്ടി, എല്ലാം പുറത്തേക്ക് തന്നെയാണ് ഹിമിനസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടത്. എന്തായാലും പുതിയ സ്ട്രൈക്കേഴ്സ് വരെ കൊണ്ടുവരട്ടെ എന്ന് തന്നെ പറയാം.